ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഗ്രോ മലയാളം. അപ്പോൾ മാർക്കറ്റ് ഓവറോൾ ഡൗൺ ആയിരിക്കുമ്പോൾ മൊമെന്റം കീപ്പ് ചെയ്യുന്ന സ്റ്റോക്സ് ആണ് നമ്മൾ നോക്കാറുള്ളത്. കാരണം മാർക്കറ്റ് റീബൗണ്ട് ചെയ്യുമ്പോൾ സ്ട്രോങ് ടെക്നിക്കലുള്ള ഈ സ്റ്റോക്സ് ഒക്കെ കൂടുതൽ തിളങ്ങും. സോ ഇന്ന് നമ്മുടെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന സ്റ്റോക്സ് എല്ലാം വർഷങ്ങളായിട്ട് കൺസോൾട്ടേഷൻ ഉള്ള സ്റ്റോക്സ് ആണ്. അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ ഓൾ ടൈം ഹൈയിലേക്ക് ബ്രേക്ക് ഔട്ട് ചെയ്ത സ്റ്റോക്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇപ്പോൾ ഡൗ തിയറി പ്രകാരം ലോങ് കൺസോൾട്ടേഷൻ ശേഷം ഓൾ ടൈം ഹൈ ബ്രേക്ക് ഔട്ട് വരുന്ന ഒരു സ്ട്രോങ് കാറ്റലിസ്റ്റ് ആണ്. അപ്പോൾ ഇതൊരു സ്ട്രോങ് മൊമെന്റത്തിലുള്ള നല്ല ചാൻസ് ആണ് ഇത് കാണിക്കുന്നത്. സോ നമുക്ക് ഇന്ന് നമ്മുടെ ആദ്യത്തെ കമ്പനി ഏതാന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ കമ്പനി മണപ്പുറം ഫൈനാൻസ് ആണ്. അപ്പോൾ 1949 ഈ ഒരു കമ്പനി തുടങ്ങുന്നത്. അപ്പോൾ മണപ്പുറം ഫൈനാൻസ് ഒരു NBFC ആണ്, അതായത് നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ കമ്പനിയാണ്. അപ്പോൾ ഇവരുടെ മെയിൻ ബിസിനസ് ഗോൾഡ് ലോൺ ആണ്. പക്ഷേ അവർ ഹോം ലോൺ, വെഹിക്കിൾ ഫൈനാൻസ്, മൈക്രോ ഫൈനാൻസ്, അതിൽ MSME ലെൻഡിങ് നൽകുന്നുണ്ട്. ഇന്നിപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ അവർക്ക് 5000-ലധികം ബ്രാഞ്ചുകളുണ്ട്. അപ്പോൾ കമ്പനി പല സെഗ്മെന്റ്സിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ നമുക്കിവിടെ രണ്ട് കാറ്റഗറി ആയിട്ട് സിംപ്ലിഫൈ ചെയ്യാം. ആദ്യത്തെ ഗോൾഡ് ലോൺ ആൻഡ് അതേഴ്സ് ആണ്. അപ്പോൾ ഇന്ത്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് ഗോൾഡ് ലോൺ NBFC ആണ് മണപ്പുറം. അപ്പോൾ ഈ ഒരു സെഗ്മെന്റ് അവരുടെ റവന്യൂയിലേക്ക് 74% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. 2015 ഓൺലൈൻ ഗോൾഡ് ലോൺ ലോഞ്ച് ചെയ്ത ആദ്യത്തെ NBFC ആണ് അവർ. ഇന്നിപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ടോട്ടൽ ഗോൾഡ് AUMന്റെ 79% ഓൺലൈൻ ഗോൾഡ് ലോൺ ആണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കൂടുതൽ ആക്സസിബിൾ ആണ്, അതുപോലെ കൺവീനിയന്റ് ഒക്കെയാണ്. അപ്പോൾ ഇവരുടെ ഗോൾഡ് ലോൺ ബിസിനസിന്റെ 63% സൗത്ത് ഇന്ത്യയിൽ നിന്നാണ് വരുന്നത്. ഇനി അതേഴ്സ് കാറ്റഗറിയിൽ വരുന്നത് ഹൗസിംഗ് ഫൈനാൻസ്, പ്രോപ്പർട്ടി ലോൺസ്, അതുപോലെ കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ലോൺസും ആണ്. അപ്പോൾ ഈ ഒരു സെഗ്മെന്റ് ആണ് ബാക്കി 26% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഹാൻഡിൽ ചെയ്യുന്ന സബ്സിഡറിയായ ആശീർവാദ് മൈക്രോ ഫൈനാൻസ് ലിമിറ്റഡ് ആണ്. അപ്പോൾ വരുമാനം കുറഞ്ഞ സ്ത്രീകൾക്ക് മൈക്രോ ഫൈനാൻസ് നൽകും. ഇനി നമ്മൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഒക്ടോബർ 2024 ലോൺ പ്രൈസിംഗ് വയലേഷൻ കാരണം RBI ടെമ്പററി ആയിട്ട് ആശീർവാദിനെ ബാൻ ചെയ്തു. പക്ഷെ ഇപ്പം ആ ഒരു ബാനൊക്കെ പിൻവലിച്ചു. അതുപോലെ തന്നെ ആശീർവാദ് ലോൺ ഡിസ്ബേഴ്സ്മെന്റ് വീണ്ടും തുടങ്ങി. അപ്പം ഈ ഒരു ബാൻ കാരണം കമ്പനിയുടെ ഫൈനാൻഷ്യൽസിനെ അത് വലിയ രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ Q3 ഫൈനാൻഷ്യൽ 2025 പെർഫോമൻസ് കുറച്ച് ഡിസപ്പോയിന്റിംഗ് ആയിരുന്നു. അപ്പോൾ ഇയർ ഓൺ ഇയർ റവന്യൂ 11% വളർന്നു. പക്ഷെ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ 2% ഇത് ഡിക്ലൈൻ ചെയ്തു. അതുപോലെ NBFCസിന്റെ മെയിൻ ഇൻകം എന്താണ്? ഇൻട്രസ്റ്റ് ഇൻകം ആണല്ലേ. അപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റ് ഇൻകം ക്വാർട്ടർ ഓൺ ക്വാർട്ടർ 5.4% ഇടിഞ്ഞു. അപ്പോൾ എന്തുകൊണ്ടാണ്? അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ കാരണം ആശീർവാദ് മൈക്രോ ഫൈനാൻസിൻ്റെ വീക്ക് പെർഫോമൻസ് ആണ്. ഇത് RBI ബാൻ തുടർന്ന് സംഭവിച്ചതാണ്. അപ്പോൾ വീക്ക്നെസ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിനെയും ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ പ്രോഫിറ്റ് 51% ഇടിഞ്ഞ് 3761 കോടിയിലേക്ക് എത്തി. പിന്നെ പ്രോഫിറ്റ് ഇടിയാനുള്ള വേറൊരു വലിയ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊവിഷൻസ് കൂടിയതാണ്. അപ്പോൾ കോർപ്പറേറ്റ് ബോറോവേഴ്സിൻ്റെ ഡിഫാൾട്ട് കാരണം ഒരു വർഷം കൊണ്ട് പ്രൊവിഷൻ 4 ഇരട്ടിയായിട്ട് കൂടി. പക്ഷേ ഇപ്പോൾ മൈക്രോ ഫൈനാൻസ് സെഗ്മെന്റ് തിരിച്ചു വന്നിട്ടുണ്ട്. ഇപ്പോൾ സിറ്റുവേഷൻ മെച്ചപ്പെടുമെന്ന് തന്നെയാണ് നമുക്കിവിടെ പ്രതീക്ഷിക്കാം. ടെക്നിക്കൽ അനാലിസിസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 2021 മുതൽ മാർച്ച് 2025 വരെ സ്റ്റോക്ക് ഒരു ലോങ് കൺസോൾട്ടേഷൻ ഫേസിലായിരുന്നു. 215 മുതൽ 220 എന്ന ലെവലിൽ തുടർച്ചയായിട്ട് റിജക്ഷൻ ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ഒരു മാസത്തിൽ സ്റ്റോക്ക് 220 മുകളിൽ ക്ലോസ് ചെയ്തുകൊണ്ട് ഒരു ന്യൂ ഓൾ ടൈം ഹൈ ബ്രേക്ക് ഔട്ട് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ പ്രൈസ് ആക്ഷൻ ബേസിസ് പ്രകാരം ഒരുപാട് വർഷത്തെ കൺസോൾട്ടേഷൻ ശേഷം ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ഔട്ട് വരുന്നത് പൊതുവെ അതൊരു ഹൈ പ്രോബബിലിറ്റി ഓഫ് മൊമെന്റത്തിന്റെ സിഗ്നലാണ്. അപ്പോൾ നിലവിൽ സ്റ്റോക്ക് ഇപ്പോൾ ഒരു സ്ട്രോങ് അപ് ട്രെൻഡിലാണ്. ഇനി അത് 194 എന്ന ലെവലിന് താഴെ പോയാൽ മാത്രമേ അത് ഇൻവാലിഡേറ്റ് ആവുള്ളൂ. അപ്പോൾ ഇവിടെ പ്രൈസ് ആക്ഷൻ ക്ലിയർ ആണ്. ഇനി നമുക്ക് ബിസിനസിന്റെ ഫ്യൂച്ചർ പൊട്ടൻഷ്യൽ നമുക്ക് നോക്കാം. ഇപ്പോൾ ഫെബ്രുവരി 2025 ഗ്ലോബൽ മീഡിയം ടേം നോട്ട് പ്രോഗ്രാം വഴി കമ്പനി $2 ബില്യൺ റേസ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഫണ്ടിങ് മെച്ചപ്പെടുത്താനായിട്ട് ഇതിൻ്റെ ഒപ്പം തന്നെ കമ്പനിക്ക് ഗോൾഡ് ലോൺ സെഗ്മെന്റിലേക്ക് വലിയൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. കമ്പനിയുടെ AUM സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ടോട്ടൽ AUMന്റെ 55% ഗോൾഡ് ലോണിലേക്ക് കോൺസെൻട്രേറ്റ് ആണ്. അപ്പോൾ ഗോൾഡ് ലോണിൽ 15 മുതൽ 20% ആനുവൽ ഗ്രോത്ത് മാനേജ്മെന്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. കൂടാതെ RBIയുടെ ഗൈഡ്ലൈൻസ് പ്രകാരം ഗോൾഡ് ലോൺ സ്പേസിലേക്ക് പുതിയ പ്ലേയേഴ്സ് കയറുന്ന ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതാണ് ഗ്രോത്ത് ഔട്ട്ലുക്ക് വരുന്നത് ഇവിടെ. ഇനി നമ്മൾ മുന്നോട്ടേക്ക് പോകും മുമ്പ് നമ്മൾ വേറൊരു ഇമ്പോർട്ടന്റ് ഫാക്ട് ഇവിടെ അറിയാനുണ്ട്. അപ്പോൾ കഴിഞ്ഞ ക്വാർട്ടറിൽ ഗ്രോസ് നോൺ പെർഫോമിംഗ് അസറ്റ്സിൽ മാനേജർ ഒരു സ്ലൈറ്റ് ഇൻക്രീസ് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ആശീർവാദ് സെഗ്മെന്റ്, ഹൗസിംഗ്, അതുപോലെ തന്നെ വെഹിക്കിൾ സെഗ്മെന്റിലും. അപ്പോൾ ഈ ഒരു ഗ്രാഫ് നോക്കുമ്പോൾ ഇവിടെ ഇൻക്രീസിംഗ് ട്രെൻഡ് ക്ലിയർ ആണ്. ഇവിടെ ജാനുവരി തൊട്ട് കളക്ഷൻസ് ഇംപ്രൂവ് ആവുന്നുണ്ട്. അത് ഭാവിയിലേക്ക് ഒരു പോസിറ്റീവ് സൈൻ ആണ്. ഇനി നമുക്ക് കുറച്ച് റേഷ്യോസ് നമുക്ക് നോക്കാം. അപ്പോൾ കമ്പനിയുടെ ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ 30% ആണ്. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണ്? അവർ ടോട്ടൽ റിസ്ക് വെയ്റ്റഡ് അസറ്റ്സ് കവർ ചെയ്യാനായിട്ട് 30% ക്യാപിറ്റൽ അവർക്ക് അവൈലബിൾ ആണെന്നാണ്. ഇനിയിപ്പോൾ വേറൊരു സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രൈസ് ടു ബുക്ക് റേഷ്യോ 1.56 ആണ്. അപ്പോൾ ഇത് ഇൻഡസ്ട്രി ആവറേജ് ആയ 1.57 തന്നെയാണ്. കൂടാതെ കമ്പനിയുടെ കോസ്റ്റ് ടു ഇൻകം റേഷ്യോ കഴിഞ്ഞ 1.5 വർഷത്തിൽ 10% ഇടിഞ്ഞു. പക്ഷേ ഇവിടെ എല്ലാം പെർഫെക്റ്റ് ആണോ? അല്ല. അപ്പോൾ ഇവിടുത്തെ ഒരു മേജർ റിസ്ക് ഗോൾഡ് ലോൺ ബുക്കിന്റെ 63% ഇപ്പോഴും സൗത്ത് ഇന്ത്യയിൽ തന്നെയാണ്. അപ്പോൾ ഇത് കോൺസെൻട്രേഷൻ റിസ്ക് ആണ് ഇവിടെ കാണിക്കുന്നത്. ഇനി ഇന്നത്തെ നമ്മുടെ സെക്കൻഡ് കമ്പനി വരുന്നത് HDFC ലൈഫ് ആണ്. അപ്പോൾ ഈ ഒരു കമ്പനി നിങ്ങൾ എന്തായാലും കേട്ടിട്ടുള്ളത് തന്നെയായിരിക്കും അല്ലേ? ഒന്നെങ്കിൽ നിങ്ങളിപ്പോൾ ലൈഫ് ഇൻഷുറൻസിന്റെ പരസ്യത്തിൽ നിന്നോ അല്ലെങ്കിൽ ഇപ്പോൾ ഫൈനാൻഷ്യൽ അഡ്വൈസേഴ്സ് പറഞ്ഞൊക്കെ നിങ്ങൾക്ക് എന്തായാലും കേട്ടിട്ടുള്ള ഒരു കമ്പനി തന്നെയാണിത്. അപ്പോൾ ഇവരുടെ പ്രൊമോട്ടർ ഗ്രൂപ്പ് HDFC ബാങ്ക് ആണ്.
അപ്പോൾ HDFC ബാങ്ക് 50.3% സ്റ്റേക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇനി മാർക്കറ്റ് ഷെയറിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ 11.1% ഓവറോൾ മാർക്കറ്റ് ഷെയറോടെ ഇന്ത്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് പ്രൈവറ്റ് ലൈഫ് ഇൻഷുററാണ് HDFC ലൈഫ്. അതുപോലെ തന്നെ പ്രൈവറ്റ് മാർക്കറ്റിൽ മാത്രം തന്നെ അവർക്ക് 15.7% ഷെയർ ഉണ്ട്. അപ്പോൾ കമ്പനിയുടെ മെയിൻ ബിസിനസ് ലോങ് ടേം ലൈഫ് ഇൻഷുറൻസ് സൊല്യൂഷൻസ് ആണ്. ഇപ്പോൾ ഇൻഡിവിജ്വൽ അതുപോലെ ഗ്രൂപ്പ് പ്രൊഡക്ട്സ് രണ്ടും കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ പോർട്ട്ഫോളിയോയിൽ ഈ ഒരു പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ എല്ലാ കാറ്റഗറിയും ബ്രേക്ക് ഡൗൺ ചെയ്യുന്നില്ല. പക്ഷേ ഒരു കാര്യം ഇവിടെ ക്ലിയർ ആണ്. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ ഇവരുടെ പോർട്ട്ഫോളിയോയിൽ ഉളിപ്പ് ഷെയർ 20% നിന്ന് കൂടുതലായിട്ട് വളർന്നിട്ടുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണ്? ഇക്വിറ്റി മാർക്കറ്റിന്റെ പെർഫോമൻസ് നല്ലതായതുകൊണ്ട് ഈ ഒരു പ്രൊഡക്റ്റ് എല്ലാം കസ്റ്റമേഴ്സിന് ഇൻട്രസ്റ്റ് കൂടുതലായിട്ട് വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ ഇവരുടെ ഡിസ്ട്രിബ്യൂഷൻ മിക്സ് ട്രെൻഡ് വരുന്നത് ഇങ്ങനെയാണ്. ഇനി നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിപ്പം ലാർജർ ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ, അതായത് മന്ത്ലി ചാർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ, ലോങ് കൺസോൾട്ടേഷന് ശേഷം ഏപ്രിൽ അവസാനം HDFC ലൈഫ് മൾട്ടി ഇയർ ബ്രേക്ക്ഔട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ IPOയ്ക്ക് ശേഷം സ്റ്റോക്ക് 330 ലെവലിൽ നിന്ന് 720 എന്ന ലെവലിലേക്ക് കയറി. ഇപ്പോൾ 2021 720 റിജക്ട് ചെയ്തു. എന്നിട്ട് കഴിഞ്ഞ 4 വർഷത്തിലായിട്ട് ഒരു ക്ലിയർ ട്രെൻഡ് ഇല്ലാതെ കൺസോൾട്ടേഷനാണ്. പക്ഷേ ഈ അടുത്ത് മൾട്ടി ഇയർ ബ്രേക്ക്ഔട്ടിന് ശേഷം സ്റ്റോക്ക് മൊമെന്റം കാണിച്ചിട്ടുണ്ട്. 720 എന്ന ലെവലിന് മുകളിൽ ട്രേഡ് ചെയ്തിട്ടുണ്ട്. പ്രൈസ് ആക്ഷൻ അതുപോലെ ഓൾ ടൈം ഹൈ ബ്രേക്ക്ഔട്ട് റൈറ്റ്സിന് ശേഷം കുറഞ്ഞ ടൈമിൽ തന്നെ സ്ട്രോങ്ങസ്റ്റ് ട്രെൻഡ് കാണിച്ചിട്ടുണ്ട്. ഇനിയിപ്പം HDFC ലൈഫിന്റെ സ്റ്റോക്ക് 650 താഴെ പോയാൽ ഈ ഒരു മൊമെന്റ് ഇൻവാലിഡേറ്റ് ആവും. സോ ഇവിടെ പ്രൈസ് ആക്ഷൻ ക്ലിയർ ആണ്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഫൈനാൻഷ്യൽ പെർഫോമൻസ് ഒന്ന് നോക്കാം. അപ്പോൾ ലൈഫ് ഇൻഷുറൻസ് കമ്പനീസ് മെയിൻലി ഏൺ ചെയ്യുന്നത് പ്രീമിയം കളക്ഷൻ വഴിയാണ്. അതുപോലെ തന്നെ 2025 ഫൈനാൻഷ്യലിൽ HDFC ലൈഫ് 13% ഇയർ ഓൺ ഇയർ ഗ്രോത്തോടെ സ്ട്രോങ് ടോട്ടൽ പ്രീമിയം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രോത്തിന്റെ ഒരു മെയിൻ ഫാക്ടർ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ ആനലൈസ് പ്രീമിയം ഇക്വലന്റ് 18% വളർന്നതാണ്. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണ്? കൂടുതലും ഇൻഡിവിജ്വൽ ലൈഫ് ഇൻഷുറൻസ് പോളിസീസ് വിൽക്കുന്നുണ്ടെന്നാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ പീരീഡിനെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു പോളിസി എന്നുള്ള പ്രീമിയം ഈ ഒരു പീരീഡിൽ 18% വളർന്നിട്ടുണ്ട്. അപ്പോൾ കാരണം നമ്പർ ഓഫ് പോളിസീസ് 9% കൂടി. അതുപോലെ തന്നെ ആവറേജ് പ്രീമിയം പെർ പോളിസിയും 9% വളർന്നു. അതുപോലെ ന്യൂ ബിസിനസ് പ്രീമിയം 13% വളർന്നു. അപ്പോൾ 75%-ലധികം കോൺട്രിബ്യൂഷൻ ടയർ 1 അതുപോലെ ടയർ 3 മാർക്കറ്റിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇതൊരു ഡീപ്പ് മാർക്കറ്റ് പെനിട്രേഷൻ ആണ് കാണിക്കുന്നത്. ഇപ്പോൾ പ്രോഫിറ്റബിലിറ്റിയിൽ ഫൈനാൻഷ്യൽ 2025 പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 1802 കോടിയായിരുന്നു. അപ്പോൾ ഇയർ ഓൺ ഇയർ 15% ഇൻക്രീസ്. ബാക്ക് ബുക്ക് പ്രോഫിറ്റ് 8% കൂടിയതാണ് ഇതിൻ്റെ ഒരു മെയിൻ കോൺട്രിബ്യൂട്ടർ. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണ്? നിലവിലെ പഴയ പോളിസി ജനറേറ്റ് ചെയ്യുന്ന റിട്ടേൺസ് ആണിത്. ഇനി നമുക്ക് ഗ്രോത്ത് ഔട്ട്ലുക്ക് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ കാര്യം, ഇന്ത്യയിലെ ലൈഫ് ഇൻഷുറൻസ് പെനിട്രേഷൻ ഇപ്പോഴും വെറും 2.8% മാത്രമാണ്. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണ്? ലോങ് ടേം ഗ്രോത്തിന് വലിയൊരു സ്പേസ് ഉണ്ടെന്നാണ്. ഇപ്പോൾ ക്ലിക്ക് ടു അച്ചീവ് PAR അതുപോലെ സഞ്ജയ് ആജീവ് പോലത്തെ പുതിയ പ്രൊഡക്ട്സ് സേവിങ്സ് അതുപോലെ റിട്ടയർമെന്റ് സെഗ്മെന്റ്സ് ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. കൂടാതെ കമ്പനി ഒരു മേജർ ടെക് ട്രാൻസ്ഫോർമേഷൻ ഇനീഷ്യേറ്റീവ് പ്രോജക്ട് ഇൻസ്പയർ ഉണ്ട് ഡിജിറ്റൽ കാപ്പബിലിറ്റീസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് മെട്രിക്സ് നമുക്ക് നോക്കാം. അപ്പോൾ ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ 99.97%. അപ്പോൾ റേഷ്യോ കൂടുതലെന്ന് പറഞ്ഞാൽ മിക്ക പോളിസീസ് അവർ സെറ്റിൽ ചെയ്യുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. അവർക്ക് കുറവ് പോളിസി ഉള്ളതുകൊണ്ടാണ് റേഷ്യോ കൂടുതലായിട്ട് തോന്നുന്നത്. അപ്പോൾ അബ്സല്യൂട്ട് നമ്പേഴ്സിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇവർ ലൈഫ് ഇൻഷുറൻസിൽ 4th റാങ്ക് ആണുള്ളത്. ഇനി അടുത്ത് എംബഡഡ് വാല്യൂ ആണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നിലവിൽ ഇപ്പോൾ ഉള്ള പോളിസി എന്നുള്ള പ്രോഫിറ്റിന്റെ നെറ്റ് പ്രസന്റ് വാല്യൂ പ്ലസ് നെറ്റ് അസറ്റ് വാല്യൂവിന്റെ സമ്മാണ്. അപ്പോൾ ഇത് 17% കൂടിയിട്ട് ഓൾമോസ്റ്റ് 55,000 കോടി എത്തിയിട്ടുണ്ട്. അടുത്തത് പെർസിസ്റ്റൻസി റേഷ്യോ ആണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എത്ര കസ്റ്റമേഴ്സ് അവരുടെ പോളിസി ആക്റ്റീവായിട്ട് നിലനിർത്തിയിട്ടുണ്ട് അതുപോലെ ഓൺ ടൈം പ്രീമിയം അടയ്ക്കുന്നുണ്ടെന്ന് മെഷർ ചെയ്യുന്ന റേഷ്യോ ആണിത്. അപ്പോൾ 30th മന്ത് പെർസിസ്റ്റൻസി 87%. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 100 കസ്റ്റമേഴ്സ് നമ്മൾ എടുക്കുമ്പോൾ അതിൽ 87 പേരും 13ാം മാസം കഴിഞ്ഞിട്ട് പോളിസി കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെന്നാണ്. ഇനി 61st മന്ത് പെർസിസ്റ്റൻസി 63%. അതായത് 5 വർഷത്തിന് ശേഷം 100 കസ്റ്റമേഴ്സ് നമ്മൾ എടുക്കുമ്പോൾ അതിൽ 63 കസ്റ്റമേഴ്സ് അവരുടെ പോളിസി ആയിട്ട് മുന്നോട്ടേക്ക് നിലനിർത്തി പോകുന്നുണ്ടെന്നാണ് ഇതിന്റെ അർത്ഥം. അടുത്ത സോൾവൻസി റേഷ്യോ ആണ്. അപ്പോൾ ക്ലെയിംസ് അതുപോലെ ഒബ്ലിഗേഷൻസ് കവർ ചെയ്യാനായിട്ട് ഇൻഷുറർ എത്രത്തോളം ക്യാപ്പബിൾ ആണെന്ന് കാണിച്ചു തരുന്ന റേഷ്യോ ആണിത്. അപ്പോൾ കമ്പനിയുടെ സോൾവൻസി റേഷ്യോ 194%. അപ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാളും 7% കൂടി. ഈവൻ റെഗുലേറ്ററി മിനിമം ആയ 150%-നേക്കാളും. പക്ഷെ നമ്മൾ ഇവിടുത്തെ റിസ്ക് എന്തൊക്കെയാണ് എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവരുടെ മെയിൻ റിസ്ക് അവർ ഗ്രൂപ്പ് പ്രൊട്ടക്ഷൻ സെഗ്മെന്റ് ആണ്. അപ്പോൾ നിലവിൽ ഓവറോൾ പ്രൊട്ടക്ഷൻ ബുക്ക് അറൌണ്ട് 1700 കോടിയാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ടോട്ടൽ APEന്റെ ഏകദേശം 11%. അപ്പോൾ മൈക്രോ ഫൈനാൻസ് ലോൺ ഡിസ്പേഴ്സ്മെന്റ് കുറഞ്ഞതുകൊണ്ട് ഓൾറെഡി ഈ ഒരു സെഗ്മെന്റ് പ്രഷറിലാണ്. അതുപോലെ അടുത്ത 1 മുതൽ 2 ക്വാർട്ടറിൽ റിക്കവറി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. ഇനി ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് കമ്പനി പ്രിവി കെമിക്കൽസ് ആണ്. അപ്പോൾ ആദ്യം നമുക്ക് കമ്പനി എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ 1985 ഈ ഒരു കമ്പനി തുടങ്ങുന്നത്.
അപ്പോൾ അരോമ അതുപോലെ ഫ്രാഗ്നസ് കെമിക്കൽസ് മാനുഫാക്ചർ ചെയ്യുന്ന മിഡ് ക്യാപ് കമ്പനിയാണിത്. ഇന്ത്യയിലെ ലാർജസ്റ്റ് അരോമ കെമിക്കൽ മാനുഫാക്ചർ അതുപോലെ എക്സ്പോർട്ടർ ആണ്. അതുപോലെ തന്നെ അവരുടെ 10 പ്രൊഡക്ട്സിൽ ഗ്ലോബൽ മാർക്കറ്റ് ഷെയർ 20%-ലധികമാണ്. ഈ ഒരു പ്രൊഡക്ട്സ് അവരുടെ റവന്യൂയിലേക്ക് 80% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അവരുടെ ബിസിനസിന്റെ വലിയൊരു പാർട്ട് തന്നെയാണ്. അപ്പം ഇത് എവിടേക്കാണ് ഉപയോഗിക്കുന്നതെന്നാണോ നിങ്ങൾ ഇപ്പോൾ ആലോചിക്കുന്നത്? അപ്പോൾ അവർ ഹോം കെയർ, ഫ്രാഗ്നസ്, പേഴ്സണൽ കെയർ, ഫാർമ പോലത്തെ സെഗ്മെന്റ്സിൽ ഉപയോഗിക്കുന്നുണ്ട്. 30-ലധികം രാജ്യങ്ങളിലേക്ക് കമ്പനിക്ക് പ്രസൻസ് ഉണ്ട്. അതുപോലെ ലോകത്തെ 15-ലധികം ടോപ്പ് ഫ്രാഗ്നസ് അതുപോലെ തന്നെ FMCG കമ്പനീസ് സെർവ് ചെയ്യുന്നുണ്ട്. കമ്പനിക്ക് ഫോർമൽ സെഗ്മെന്റ് ഇല്ല. പക്ഷേ 9 മന്ത് എൻഡിംഗ് ഫൈനാൻഷ്യൽ 2025 നോക്കുകയാണെങ്കിൽ പൈനിനാണ് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് 58%. അതിനുശേഷം മസ്ക് ആൻഡ് സ്പെഷ്യാലിറ്റീസ് 23%, അതിനുശേഷം ബാക്കി പ്രൊഡക്ട്സ്. ഇനി അടുത്തൊരു ഹൈലൈറ്റ് 35% റവന്യൂ മാത്രമേ ഇന്ത്യയിൽ നിന്ന് വരുന്നുള്ളൂ. അതേസമയത്ത് ഇവിടെ മെയിൻ മാർക്കറ്റ് യൂറോപ്പും നോർത്ത് അമേരിക്കയുമാണ്. ഇനി നമുക്ക് കമ്പനിയുടെ ഫൈനാൻഷ്യൽ പെർഫോമൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഫൈനാൻഷ്യൽ 2025 റവന്യൂ ഓൾ ടൈം ഹൈ എത്തിയിട്ടുണ്ട്, നിയർലി 20% ഗ്രോത്ത്. അപ്പോൾ ഇതിന്റെ പുറകിലെ കാരണം എന്താണ്? ആദ്യത്തെ പ്രൊഡക്റ്റ് മിക്സിൽ ചേഞ്ച് ആണ്. അപ്പോൾ കമ്പനി ഹൈ വാല്യൂ പ്രൊഡക്ട്സിലേക്ക് ഷിഫ്റ്റ് ചെയ്യുവാണ്. അത് പ്രോഫിറ്റബിലിറ്റി ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം പ്രൈസ് റിവിഷനും വന്നിട്ടുണ്ട്. ഇപ്പോൾ Q4 ചില പ്രൊഡക്ട്സിന്റെ പ്രൈസ് കമ്പനി 7 മുതൽ 10% കൂട്ടി. അപ്പോൾ ഇത് ടോപ്പ് ലൈൻ ഗ്രോത്ത് ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ട്രെൻഡോടെ 2025 ഫൈനാൻഷ്യൽ ഇയറിലെ ഓപ്പറേറ്റിംഗ് മാർജിൻ 22% ആയിരുന്നു. അപ്പോൾ കഴിഞ്ഞ 2 വർഷത്തെ നമ്മൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 10% കൂടി. അപ്പോൾ ഇത്രയും അധികം മാർജിൻ ഇംപ്രൂവ് ചെയ്യാനുള്ള കാരണം എന്താണ്? കാരണം മെറ്റീരിയൽ കോസ്റ്റ് അതുപോലെ തന്നെ മാനുഫാക്ചറിംഗ് കോസ്റ്റ് കുറഞ്ഞു. അപ്പോൾ ഇത് ഡയറക്ട്ലി പ്രോഫിറ്റിനെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് 2025 ഫൈനാൻഷ്യലിൽ ഓൾമോസ്റ്റ് ഇരട്ടിയായി. ഇനി നമുക്ക് ടെക്നിക്കൽ അനാലിസിസ് നമുക്ക് നോക്കാം. അപ്പോൾ ഹിസ്റ്റോറിക്കൽ പ്രൈസ് ആക്ഷൻ നോക്കുമ്പോൾ 2021 പ്രീവിയസ് സ്പെഷ്യാലിറ്റി കെമിക്കൽസ് ഒരുപാട് വർഷത്തെ കൺസോൾട്ടേഷന് ശേഷം അവരുടെ പ്രീവിയസ് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം സ്റ്റോക്ക് 3 ഇരട്ടിയായി. അപ്പോൾ 3 വർഷത്തെ കൺസോൾട്ടേഷന് ശേഷം ഏപ്രിൽ 2025 സ്റ്റോക്ക് പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1950 ലെവലിന് മുകളിൽ. ഇനിയിപ്പം 1800 താഴെ സ്റ്റോക്ക് പോയാൽ മാത്രമേ മൊമെന്റ് ഇൻവാലിഡേറ്റ് ആവും. അപ്പോൾ പ്രൈസ് ആക്ഷൻ നമുക്ക് ഇവിടെ മനസ്സിലായി. ഇനി നമുക്ക് ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഗ്രോത്ത് ഔട്ട്ലുക്ക് നമുക്ക് നോക്കാം. ആദ്യം പ്രിവിക്ക് സ്വിസ് കമ്പനിയായ ജിവാഡൻ SA ആയിട്ട് സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് ഉണ്ടായിരുന്നു. 51:41 ജോയിന്റ് വെഞ്ചർ. ജിവാഡൻ വേൾഡ് ലാർജസ്റ്റ് ഫ്ലേവർ ആൻഡ് ഫ്രാഗ്നസ് കമ്പനിയാണ്. അപ്പോൾ ഈ ഒരു പാർട്ട്ണർഷിപ്പ് വഴി 40-ലധികം എക്സ്ക്ലൂസീവ് അരോമ കെമിക്കൽസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. 178 കോടി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഓൾറെഡി ഈ ഒരു ഇനീഷ്യേറ്റീവിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ അടുത്ത 15 മുതൽ 18 മാസത്തിൽ കമ്പനി 250 മുതൽ 300 കോടി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ വർഷത്തെ റവന്യൂവിന്റെ 17%. അപ്പോൾ ഈ ഒരു പണം വെച്ച് ഫ്ലാഗ്ഷിപ്പ് പ്രൊഡക്റ്റ് കപ്പാസിറ്റി കൂട്ടാനായിട്ട് അവർ ഉപയോഗിക്കും. അതുപോലെ തന്നെ പുതിയ R&D പ്രൊഡക്ട്സ് അതുപോലെ തന്നെ ഡീ ബോട്ടിലിങ്ങിന് വേണ്ടിയിട്ടും അവരിത് ചെലവാക്കും. കൂടാതെ കമ്പനിക്ക് ഒരു ഹെൽത്തി ഓർഡർ ബുക്കാണ് ഉള്ളത്, 65 മുതൽ 70%. ഇനി ബാലൻസ് ഷീറ്റ് നോക്കുകയാണെങ്കിൽ ലോങ് ടേം ഡെറ്റ് അറൌണ്ട് 500 കോടിയാണ്. അപ്പോൾ പോസിറ്റീവ് പോയിന്റ് ഇംപ്രൂവ്ഡ് ക്യാഷ് കൺവേർഷൻ സൈക്കിളാണ്. കാരണം ഡേയ്സ് പേബിൾ 25 ദിവസമായിട്ട് കൂടി. ഇപ്പോൾ 2 വർഷത്തിൽ ROC 6% നിന്ന് 16% കൂടി. ഇനി ഇവിടെ ഒരു മെയിൻ റിസ്ക് ഹൈ ഇന്റർനാഷണൽ എക്സ്പോഷർ ആണ്. നിലവിൽ 65% റവന്യൂ അബ്രോഡ് നിന്നാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്ലോബൽ ടാക്സസ് ആൻഡ് റെഗുലേഷൻ എന്നുള്ള നെഗറ്റീവ് ഇമ്പാക്ട് ഫേസ് ചെയ്യേണ്ടി വന്നേക്കാം. സോ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യാണ്. അപ്പോൾ മാർക്കറ്റ് സെന്റിമെന്റ്സ് ഡൗൺ ആയിരിക്കുമ്പോൾ മൊമെന്റ് സ്റ്റോക്സ് കൺസിഡർ ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ ചാനൽ കോണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനലും കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുള്ളി എഡ്യൂക്കേഷണൽ പർപ്പസിനായിട്ടാണ് നമ്മൾ കവർ ചെയ്തിരിക്കുന്നത്. ഇതൊരു ബയോ സെൽ റെക്കമെൻഡേഷൻ അല്ല എന്നുള്ള കാര്യം നമ്മൾ എടുത്തു പറയുകയാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഗ്രോ മലയാളം ചാനലിലൂടെ കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.